വെൽക്കം ബാക്ക് ടു കിച്ചൺ ടേൽസ്. ഞാൻ എൻ്റെ മുമ്പത്തെ വീഡിയോസിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഐ ടേക്ക് പാർട്ടി ഓർഡേഴ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ കണ്ടന്റ് 2 നാടൻ ഡിഷസിൻ്റെ ബൾക്ക് ക്വാണ്ടിറ്റിയിലുള്ള കുക്കിങ്ങും ആൻഡ് കുറച്ച് കോണ്ടിനെൻ്റൽ ഡിഷസിൻ്റെയാണ്. ഓർഡേഴ്സ് ഉള്ള ദിവസം അത്യാവശ്യം ഹെവി ആയിട്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് മസാല ദോശയും ബുൾസായും ചമ്മന്തിയുമാണ്. ഞാനിതിന് മുമ്പ് ദോശയുടെ ഡിഫറെൻറ്റ് വെറൈറ്റി ഓഫ് ദോശാസിൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് നല്ല തിന്നായിട്ടുള്ള ദോശ കിട്ടണമെങ്കിൽ ദോശ നമ്മൾ ചട്ടിയിലോട്ട് ആഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഉള്ളിലുള്ള കട്ടിയായിട്ട് വരുന്ന മാവ് ഇങ്ങനെ സ്പൂൺ കൊണ്ട് മാറ്റിക്കളയണം. അപ്പോഴാണ് നമുക്ക് എക്സ്ട്രാ ക്രിസ്പി ആയിട്ടുള്ളൊരു ദോശയുടെ ടെക്സ്ചർ കിട്ടുന്നത്. ഞാൻ ഇതുപോലെ തന്നെ റാഗി ആഡ് ചെയ്തിട്ടുള്ള ദോശയും ഞാൻ ചെയ്യാറുണ്ട്. ഈവൻ ഗോതമ്പ് ദോശയും ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഓട്സ് ആഡ് ചെയ്തിട്ടുള്ള ദോശയും ഞങ്ങളുടെ വീട്ടിൽ ചെയ്യാറ്. ഈ പ്രാവശ്യം ഞാൻ മസാല ദോശ ഉണ്ടാക്കിയപ്പോൾ ഈ മസാലയുടെ കൂടെ തന്നെ നമ്മൾ എരിവുള്ള ഉള്ളി ചമ്മന്തി കൂടി ആഡ് ചെയ്തു. അതിപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ടൈപ്പ് ചമ്മന്തി വേണമെങ്കിലും ഇതിൽ ആഡ് ചെയ്യാം. അപ്പോൾ ഈവൻ പൊടി ആഡ് ചെയ്യാം, ഈവൻ നമ്മുടെ ഉണക്കമുളക് കൊണ്ടുള്ള ചമ്മന്തി വേണമെങ്കിൽ ആഡ് ചെയ്യാം. നല്ലൊരു കോമ്പിനേഷനാണ് ഈ മസാലയും ചമ്മന്തിയും. ഈ തേങ്ങ കൊണ്ടുള്ള ചമ്മന്തി ആണെങ്കിൽ അതെ, അല്ലാതെ നമ്മൾ പച്ച വെളിച്ചെണ്ണ ഒഴിക്കുന്ന ചമ്മന്തി ആണെങ്കിൽ അതെ, രണ്ടും നല്ല കോമ്പിനേഷനാണ്. ഡിന്നറിൻ്റെ പാക്കിൽ അവർ ആദ്യം ഓർഡർ ചെയ്തിരിക്കുന്നത് കെയിൽ സാലഡാണ്. സാലഡ്സ് എൻ്റെ ഓർഡേഴ്സിൽ എപ്പോഴും സ്ഥിരം പോകുന്ന ഡിഷാണ്. ആൻഡ് 3-4 വെറൈറ്റി സാലഡ്സ് ഉണ്ട്. അതിൽ കെയിൽ സാലഡാണ് ഏറ്റവും കൂടുതൽ സെല്ലിങ്. അതുപോലെ തന്നെ സ്പിനച്ചിൻ്റെ ഉണ്ട്. സ്പിനച്ചിൻ്റെ സാലഡ് ഞാൻ നേരത്തെ എൻ്റെ വീഡിയോസിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് സാലഡിൻ്റെ റെസിപ്പി ആൻഡ് സീസർ സാലഡിൻ്റെ റെസിപ്പിയും ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈവൻ നമ്മുടെ ഗ്രീക്ക് സാലഡ്, അങ്ങനെ പിന്നെ ഓരോരുത്തരുടെ പ്രിഫറൻസിനനുസരിച്ചും സാലഡ്സ് ചെയ്ത് കൊടുക്കാറുണ്ട്. ആൻഡ് സാലഡ്സ് ചിലപ്പോൾ ഒരു ഓർഡറിൽ തന്നെ ചിലപ്പോൾ 2-3 സാലഡ്സൊക്കെ ഓർഡർ ചെയ്യാറുമുണ്ട്. കെയിൽ കൊച്ചിനിൽ അങ്ങനെ എല്ലാ കടകളിലും അവൈലബിൾ അല്ല. ഹോർഗിലും ഹോസ്റ്റലും അജ്വാൻ ആൻഡ് ലുലു, ഇത്രയും 4 സ്ഥലത്തു നിന്നാണ് ഞാൻ വാങ്ങിക്കാറ്. കെയിൽ സാലഡിൽ 2-3 വെറൈറ്റി ഞാൻ ചെയ്യാറുണ്ട്. ഇതിപ്പോൾ അവർ ഓർഡർ ചെയ്തിരിക്കുന്ന സ്ട്രോബെറിയും ആപ്പിളും ഗ്രേപ്സൊക്കെ ആഡ് ചെയ്തിട്ടുള്ള സാലഡാണ്. അതിൽ തന്നെ റോസ്റ്റഡ് പംകിൻ ആഡ് ചെയ്തതുമുണ്ട്, റോസ്റ്റഡ് സ്വീറ്റ് പൊട്ടറ്റോ ആഡ് ചെയ്തതുമുണ്ട്. ആൻഡ് ചീസ് ഇതിൽ യൂസ് ചെയ്യുന്ന ഗോട്ട് ചീസാണ്. ഈ സാലഡ്സ് എന്നെ സംബന്ധിച്ച് ഉണ്ടാക്കാനായിട്ട് ഏറ്റവും ഈസി ആയിട്ടുള്ള ഡിഷാണ്. മെയിൻ തിങ് അത് നേരത്തെ തന്നെ ഉണ്ടാക്കി വെക്കാം. പ്രത്യേകിച്ച് ഈ കെയിൽ സാലഡ് ആൻഡ് ക്ലിങ് ഫിലിം ഇട്ട് റാപ്പ് ചെയ്ത് റെഫ്രിജറേറ്റ് ചെയ്താൽ മതി. അടുത്തത് അവർ ഓർഡർ ചെയ്തത് 2 പ്രോൺ ബേക്കാണ്. ഈ പ്രോൺ ബേക്കിൻ്റെ റെസിപ്പി ഡീറ്റെയിൽ വീഡിയോ ഞാൻ നേരത്തെ എൻ്റെ വീഡിയോസിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് നിങ്ങളിത് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇറ്റ്സ് എ മസ്റ്റ് ട്രൈ റെസിപ്പി. ആൻഡ് അതുപോലെ തന്നെ ഇത് ഒരുമാതിരി എല്ലാവർക്കും തന്നെ ഇഷ്ടമാവുന്ന ഒരു ഫ്ലേവറുമാണ്. ഏകദേശം നമ്മുടെ ഈ പ്രോൺ തെർമിഡോർ അല്ലെങ്കിൽ ക്രാബ് തെർമിഡോറിൻ്റെ ഒക്കെ ടേസ്റ്റ് തന്നെയാണ് ഈ പ്രോൺ ബേക്കിനും. കുറച്ചും കൂടി ചീസിൻ്റെ ടേസ്റ്റ് കുറച്ചും കൂടി കുറവാണെന്നേ ഉള്ളൂ ഈ പ്രോൺ ബേക്കിന്. ഈ കെയിൽ സാലഡും പ്രോൺ ബേക്കും ആയിട്ടുള്ള കോമ്പിനേഷൻ ഭയങ്കര നല്ലതാണ്. ഒരെണ്ണം കുറച്ച് ലൈറ്റായിട്ടുള്ളൊരു സാലഡും മറ്റേത് കുറച്ച് ഹെവി ആയിട്ടുള്ള ചീസിൻ്റെയും മീറ്റിൻ്റെയൊക്കെ കൂടെ കോമ്പിനേഷൻ ആയിട്ടുള്ളൊരു ഡിഷും. ആൻഡ് ഇത് രണ്ടും കൂടി ആയിട്ടുള്ള കോമ്പിനേഷൻ മസ്റ്റ് ട്രൈ ആണ്. പിന്നെ അവർ ഓർഡർ ചെയ്തത് ഒലിവ് ഡിപ്പാണ്. 3 ടൈപ്പ് ഡിപ്പ് എൻ്റെ ഓർഡേഴ്സിലുണ്ട്. ഒലിവ് ഡിപ്പ് ഉണ്ട്, ഹെർബ് ഡിപ്പ് ഉണ്ട്, പിന്നെ ഗ്രേപ്പ് ഡിപ്പ് ഉണ്ട്. ഗ്രേപ്പ് ഡിപ്പ് കുറച്ച് മധുരമുള്ളൊരു വേർഷനാണ്. ആൻഡ് ഒലിവ് ഡിപ്പും ഹെർബ് ഡിപ്പും എപ്പോഴും ഓർഡേഴ്സിൽ പോകുന്നതാണ്. ഈ ഗ്രേപ്പ് ഡിപ്പായിരുന്നു ഏറ്റവും കൂടുതൽ പോയിക്കൊണ്ടിരുന്നത്. ബട്ട് ഈ ഗ്രേപ്സ് അവൈലബിൾ ആകുമ്പോൾ മാത്രമേ ഈ ഒരു ഡിഷ് എടുക്കാറുള്ളൂ ഓർഡേഴ്സിൽ. ആൻഡ് ബഗേറ്റിൻ്റെ കൂടെയാണ് ഇത് സെർവ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഇന്നത്തെ ആദ്യത്തെ ഓർഡറിൽ ഓർഡർ ചെയ്തത് 2 പ്രോൺ ബേക്ക്, 2 കെയിൽ സാലഡ്, 2 ഒലിവ് ഡിപ്പ് ആൻഡ് പോർക്ക് റിബ്സ് 25. അടുത്തത് ഏർലി ബ്രേക്ക്ഫാസ്റ്റിലേക്കുള്ള ഓർഡറാണ്. ബട്ട് അത് ക്വാണ്ടിറ്റിയിലുള്ളതായതുകൊണ്ട് ഞാൻ തലേദിവസം തന്നെ അതിൻ്റെ പകുതി പ്രിപ്പറേഷൻ തലേദിവസം തന്നെ റെഡിയാക്കി വെക്കും. അപ്പോൾ അവർ ഓർഡർ ചെയ്തിരുന്ന 5 കിലോ ഡപ്പും 6 കിലോ ചിക്കൻ സ്റ്റൂ ആണ്. പിന്നെ അതിൻ്റെ കൂടെ 2 സാലഡും. ബ്രെഡ്സും അപ്പവും ഒന്നും ഞാൻ എൻ്റെ ഓർഡേഴ്സിൽ ചെയ്യാറില്ല. മെയിനായിട്ട് ഞാൻ ചെയ്യുന്ന ഈ കറികളാണ്. അപ്പോൾ ഈ ഏർലി ബ്രേക്ക്ഫാസ്റ്റ് ആയതുകൊണ്ട് പകുതി പണി തലേദിവസം തന്നെ ചെയ്തു വെക്കും. അപ്പോൾ ചിക്കൻ സ്റ്റൂ ആയതുകൊണ്ട് ചിക്കൻ അതിനെ ഒന്ന് സിയർ ചെയ്ത് ഹാഫ് കുക്ക് ചെയ്തൊക്കെ വെക്കും, ക്വാണ്ടിറ്റിയിലുള്ളത് കാരണം. ആൻഡ് ഡക്ക് റോസ്റ്റ് ആണെങ്കിലും ഇതുപോലെ പകുതി കുക്ക് ചെയ്ത് വെക്കും. ചെറിയ ക്വാണ്ടിറ്റിയിൽ കുക്ക് ചെയ്യുന്നതിനേക്കാളും
കൂടുതൽ നമുക്ക് പ്രോഫിറ്റ് വൈസ് നോക്കുകയാണെങ്കിൽ നമ്മുടെ എഫേർട്ട് വൈസ് നോക്കുകയാണെങ്കിലും ക്വാണ്ടിറ്റി കുക്കിംഗ് ആണ് കൂടുതൽ നല്ലത്. ബട്ട് അതിന് നല്ല ശ്രദ്ധ വേണം. എനിക്കിപ്പോഴും ഒരു മനസ്സിലൊരു പേടി പോലെ കിടക്കുന്ന ഒരു സംഭവമാണ്. ഞാൻ ഈ ഓർഡേഴ്സ് തുടങ്ങിയ സമയത്ത് ഒരു ഓർഡറിൽ അവർ 12 ഡക്ക് പറഞ്ഞു. അപ്പോൾ എന്നെ സംബന്ധിച്ച് അങ്ങനെ ക്വാണ്ടിറ്റി കുക്കിംഗ് അങ്ങനെ വലിയ കൺഫ്യൂഷനൊന്നും ഉള്ള ഒരാളല്ലായിരുന്നു. ബട്ട് അന്നത്തെ ദിവസം ഈ ഡക്കിന് ഒരു പ്രശ്നം എന്ന് വെച്ചാൽ പല പീസസും പല സൈസായിരിക്കും. അപ്പോൾ നമ്മൾ അത് ശ്രദ്ധിക്കാണ്ട് എല്ലാം കൂടി ഒരുമിച്ച് കുക്കറിലിട്ട് വേവിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ബിക്കോസ് അത് ഭയങ്കര ആ മീറ്റ് മാനേജ് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. ഷായിദ ഇത് വേഗം ചെയ്തോട്ടെ. 8:30 നാളെ രാവിലെ 8:30 കൊടുക്കണ്ട. നമ്മൾ രാത്രി എണീക്കേണ്ട ഒരു മിക്കവാറും ക്വാണ്ടിറ്റിയിലുള്ളതുണ്ട്. ഈ സാധനം കൊണ്ടുപോകണമെങ്കിൽ എന്നെ കൊണ്ടുപോകാൻ നമ്മുടെ ഡെലിവറിനെ പറ്റി പറഞ്ഞു. ഡക്കിന്റെ ഇല്ലേ മറ്റേ ചെറിയ ചിറകൊക്കെ ഇല്ലേ, ചിറകുകളും നെക്കും അങ്ങനത്തെ ചെറിയ അധികം കട്ടിയില്ലാത്ത പീസസ് എല്ലാം വേറെ വെച്ചോ. കാരണം ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ട് എനിക്ക് പേടിയാണ് കൂടുതൽ വെന്തു പോകും ചിലപ്പോൾ. സോ മൂന്ന് കുക്കറിലായിട്ട് ഇതൊരു 5 ഡക്കാ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് 5 ഡക്കാണ്. അപ്പൊ അതിന്റെ ചെറിയ പീസസും ലെഗും എല്ലാം സെപ്പറേറ്റ് ആയിട്ടാണ് 3 കുക്കറിലിട്ട് കുക്ക് ചെയ്യുന്നത്. അയ്യോ സോറി, നേരത്തെ ഷായിദയുടെ തലയെടുക്കാൻ മറന്നു കേട്ടോ. അപ്പം ഞാൻ ഈ 12 ഡക്ക് ആയതുകൊണ്ട് രണ്ട് കുക്കറിലിട്ടാണ് കുക്ക് ചെയ്തത്. ബട്ട് അതിൽ ഒരു കുക്കറിൽ മീറ്റ് കുറച്ച് ഓവർ കുക്കായിപ്പോയി. ഡക്ക് ഓവർ കുക്കായാലും അതെ, കുക്കായില്ലെങ്കിലും അതെ, രണ്ടും നല്ല പണി കിട്ടും. അപ്പോൾ ഡക്ക് കുക്ക് ചെയ്യുമ്പോൾ നല്ല ശ്രദ്ധ വേണം. ഞാൻ പിന്നെ ആ ഒരു പ്രാവശ്യത്തെ ഡാമേജിന് ശേഷം ഞാൻ ഈ ഡക്കിൻ്റെ ഈ നെക്കും ചെറിയ പീസസ് ഉണ്ടാവുമല്ലോ, ചിറകും നെക്കും അതുപോലത്തെ പീസസ് എല്ലാം സെപ്പറേറ്റ് ആയിട്ട് വേറെ കുക്കറിൽ കുക്ക് ചെയ്യും. ആൻഡ് വലിയ പീസസ് എല്ലാം ഒരുമിച്ച് കുക്ക് ചെയ്യും. അങ്ങനത്തെ ഒരു മെത്തേഡ് പിന്നെയാണ് പഠിച്ചത്. അപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ഇതുപോലെ അബദ്ധം പറ്റി തന്നെയായിരിക്കും പഠിക്കുന്നത്. അപ്പോൾ ബട്ട് അതിൽ നിന്ന് നമ്മൾ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു മെത്തേഡ് നമ്മൾ കണ്ടുപിടിക്കുകയും ചെയ്യും. പിന്നെ ഞങ്ങളുടെ അന്നത്തെ ദിവസത്തെ ലഞ്ച്. അപ്പോൾ അന്ന് ലഞ്ചിന് പനീർ ബട്ടർ മസാലയും ഫ്രൈഡ് റൈസും ആൻഡ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഒരു ഫ്രഷ് സാലഡ് എന്തെങ്കിലും ഉണ്ടാവും. ബട്ട് എനിക്കെപ്പോഴും ലഞ്ചിന് നമ്മുടെ ചോറും മഞ്ഞച്ചാറും ക്യാബേജ് തോരനും അതുപോലെ ലൈറ്റായിട്ടുള്ള ഭക്ഷണമാണ് ഇഷ്ടം. അപ്പം എൻ്റെ ലഞ്ച് അതായിരുന്നു. നേരത്തെ ചെയ്ത ഓർഡർ അവർക്ക് ഏർലി ബ്രേക്ക്ഫാസ്റ്റ് പോലെയായിരുന്നു വേണ്ടത്. ഈ ഡക്ക് റോസ്റ്റും ചിക്കൻ സ്റ്റൂവും 2 സാലഡും. അപ്പോൾ മോർണിംഗ് 4:30 ആയപ്പോൾ തന്നെ അതിൻ്റെ വർക്കെല്ലാം തുടങ്ങി. ഈ ഓർഡേഴ്സും യൂട്യൂബ് വീഡിയോസും തമ്മിൽ ബാലൻസ് ചെയ്യാനായിട്ട് എനിക്ക് ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. 3 വീഡിയോസാണ് ഞാൻ ഈ യൂട്യൂബിൽ വീക്ക്ലി അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത്. ബട്ട് ഇപ്പോൾ ചില ദിവസം ഓർഡേഴ്സ് കൂടുതലുള്ള വീക്കാണെങ്കിൽ അതിലൊരു വീഡിയോ ഈ ഓർഡേഴ്സിൻ്റെ ആയിരിക്കും. അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.